ബാർബഡോസിലാണ് ഫൈനൽ അരങ്ങേറുക. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. എത്രമാത്രം ഇന്ത്യ ഇതിൽ കരുത്ത് തെളിയിക്കും എന്നുള്ളത് കളിക്കളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എന്നാലും ചില ഗസ്സിംഗ് ഒക്കെ നമുക്ക് നടത്താൻ കഴിയും. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, ഗുഡ് ഈവനിങ്. വിജയകുമാർ, യഥാർത്ഥത്തിൽ കളിക്കളത്തിൽ ആരവമൊക്കെ ഉയർന്നു തുടങ്ങി. അപ്പോൾ ആ കണ്ണുകളെല്ലാം സൗത്ത് ആഫ്രിക്കയിലേക്കാണ്. അപ്പോൾ ബാർബഡോസിൽ നടക്കുന്ന ഏറ്റവും അവസാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ ആകെ കാത്തിരിക്കുന്നത്. നമുക്ക് ലോകകപ്പിൻ്റെ ഏകദിന ലോകകപ്പ് നമ്മളുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നാണ് നമുക്ക് നഷ്ടമായത്. ആ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ അന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പോയ ഓർമ്മ ഇപ്പോഴും പങ്കുവയ്ക്കുകയായിരുന്നു. കാരണം നമ്മൾ ഫൈനലിൽ ജയിക്കുമെന്ന പ്രതീക്ഷയോടെ മുഴുവൻ മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ അന്ന് ഫൈനലിലെത്തുകയും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയെ നമ്മൾ തോൽപ്പിച്ചാണ് ഫൈനലിൽ വന്നത്. പക്ഷേ കപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു. ഓസ്ട്രേലിയ നമ്മളെ തോൽപ്പിച്ചു. വലിയ നിരാശയോടെ ലക്ഷക്കണക്കിന്, ഏതാണ്ട് 1,30,30,000 കാണികൾ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ണ് കലങ്ങി ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിന് ഒരു മാറ്റം, വളരെ സന്തോഷത്തോടെ രോഹിത് ശർമ്മയും കൂട്ടരും ആ കപ്പുമായി തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു. അത് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മളും യഥാർത്ഥത്തിൽ ടീം ഇന്ത്യ വിജയിച്ചു വരട്ടെ എന്ന പ്രതീക്ഷയിൽ, ആശംസയിൽ തന്നെയാണുള്ളത്. അന്ന് അഹമ്മദാബാദിൽ ആദ്യം പാകിസ്ഥാനെ തോൽപ്പിച്ച മത്സരമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അത് അതിഗംഭീരമായി ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ആധികാരികമായ വിജയം അന്ന് ടീം ഇന്ത്യ നേടുകയും ചെയ്തു. ആ ഏകദിന ലോകകപ്പ് ആകെ നമ്മൾ പരിശോധിച്ചാൽ രോഹിത്തിൻ്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ നടത്തിയത് വലിയ ഒരു അശ്വമേധം തന്നെയാണ്. മുഴുവൻ മത്സരങ്ങളും നമ്മൾ ആധികാരികമായി തന്നെയാണ് ജയിച്ചത്. പക്ഷേ ഫൈനലിൽ വരുമ്പോൾ നമുക്ക് കാലിടറുന്നു എന്നത് പലപ്പോഴും നമ്മളുടെ ഒരു നിർഭാഗ്യമാണ്. ഇപ്പോൾ ലോകകപ്പിന്, ഇപ്പോൾ 2020 ലോകകപ്പിൽ നമ്മൾ കളിക്കുന്നു. അതിന് തൊട്ടുമുമ്പ് ഏകദിന ലോകകപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. ടെസ്റ്റ് വേൾഡ് കപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. അങ്ങനെ 2 ലോക കിരീടങ്ങൾ നമുക്ക് ഫൈനലിലെത്തി മിസ്സായ ഒരു ദൗർഭാഗ്യം നമ്മളുടെ മുന്നിലുണ്ട്. അതിനൊക്കെ മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഈ 2020 വേൾഡ് കപ്പ് ഇന്ത്യ കൊണ്ടുവരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. അന്ന് എന്നോടൊപ്പം അഹമ്മദാബാദിലെ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ രഞ്ജുവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരുമിച്ച് ഞങ്ങൾ വളരെ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന ഒരു കാര്യം ഞങ്ങൾ അല്പസമയം ഓർക്കുകയായിരുന്നു. രഞ്ജു, ആ ദൗർഭാഗ്യം ഇത്തവണ ടീം ഇന്ത്യയെ ബാധിക്കില്ലെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അല്ലേ? എന്നാൽ 1 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ മത്സരം തുടങ്ങാൻ. അഹമ്മദാബാദിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ഷോക്കാണ് സംഭവിച്ചത്. നമുക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നും ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അത് നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല, അങ്ങ് പുറത്ത് കാണിക്കുന്നില്ല. ഇന്ത്യ ടീം ജയിക്കും തന്നെയാണ് വിശ്വാസം. മികച്ച മത്സരം ഉണ്ടാവും. ദക്ഷിണാഫ്രിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു സെമി ഫൈനലിൽ ചിലപ്പം അങ്ങ് കത്തി കയറും അവർ, ചിലപ്പോൾ അവർ ഡൗൺ ആവും. ഇന്ന് അവർ എന്താണെന്നുള്ളത് നമുക്കൊരു ആദ്യത്തെ 5 ഓവറിൽ തന്നെ കളിയുടെ ഗതി മനസ്സിലാക്കാൻ പറ്റും. ടോസ് എന്തായാലും 2 ടീമിന് ഈക്വൽ ചാൻസ് ആണുള്ളത്. പക്ഷേ കഴിഞ്ഞ വട്ടം ധർമ്മശാലയിൽ നമ്മൾ വലിയ വിഷമമുണ്ടായി. ഇത്തവണ അത് തിരുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് എസ്കെൻ. ഇപ്പോൾ രോഹിത് ശർമ്മ അല്ലെ വിരാട് കോഹ്ലിയും അവരൊക്കെ അവരുടെ 2020 കരിയർ ഏതാണ്ട് ഏറെക്കുറെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ അവസാന ലാപ്പിൽ അവർ കളിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 2020 വേൾഡ് കപ്പിൽ അവരൊന്നും ഇന്ത്യയെ നയിക്കാൻ ഉണ്ടാവില്ല. രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഷെൽഫിൽ ഒരു ലോക കിരീടം എന്നത് അവരുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷയും ഒക്കെയാണ്. അതിന് സജ്ജമായ ടീമാണുള്ളത്. കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകും. കപ്പുമായി ടീം ഇന്ത്യ മടങ്ങി വരും. അങ്ങനെ വിശ്വവിജയിയാകും ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ ടീം ഇന്ത്യക്ക് എല്ലാ ആശംസകളും അർപ്പിച്ച് ക്രിക്കറ്റ് ആരാധകർ, കോടിക്കണക്കിന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു എസ് വിജയകുമാർ. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് വിജയകുമാർ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോടേക്കാണ്. നടക്കാവിൽ ടർഫിൽ നമ്മുടെ അഭിജിത്ത് മുഴക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ എന്താണ് സംഭവിക്കുന്നറിയാൻ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ മലയാളി സമൂഹം മുഴുവൻ ഇന്ന് ഈ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഈ 2020 ലോകകപ്പിൻ്റെ ആവേശത്തിലാണ്. ഈ നടക്കാവിലെ ആളുകളും വ്യത്യസ്തമല്ല. ഞാൻ അഭിജിത്തിലേക്ക് പോകുന്നു. അഭിജിത്ത്, ഈ ടർഫിനുള്ളിൽ എന്താണിപ്പോൾ നടക്കുന്നത്? അവരും ക്രിക്കറ്റ് ആവേശത്തിലാണോ? തീർച്ചയായും എസ്കെൻ, ഞാൻ കോഴിക്കോട് നടക്കാവുള്ള ഒരു ടർഫിനാണുള്ളത്. ഇത്രയും സമയം അവർ കളിക്കുകയായിരുന്നു, ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. നിലവിൽ അവർ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനലാണ്.
ആദ്യ 2020 ലോകകപ്പിന് ശേഷം ഇന്ത്യ രണ്ടാമത് കപ്പടിക്കുമോ എന്നുള്ള ഒരു ആവേശം, അത് കപ്പടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എങ്ങനെയാണ് ചേട്ടാ, നമ്മൾ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുന്നത്, അവർ ശക്തമായ ടീമാണ്. എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്തായാലും ഇന്ത്യ ജയിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വഴുതി പോയ കപ്പാണ് ഇപ്രാവശ്യം അടിച്ചിരിക്കും. എങ്ങനെയാണ് നമ്മളിപ്പോ ഇത്തവണ വലിയൊരു താരനിര ഇന്ത്യക്കുണ്ട്, കോഹ്ലിയുണ്ട്, രോഹിത് ശർമ്മയുണ്ട്, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. പക്ഷെ കോഹ്ലി ഇത്തവണ അല്പം നിറം മങ്ങിയിരുന്നു, പക്ഷെ രോഹിത് ശർമ്മ നന്നായി കളിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ്. എങ്ങനെയാണ് നമ്മൾ ഇത്തവണത്തെ ഈ പ്രാവശ്യം, അതായത് സൗത്ത് ആഫ്രിക്കയെ നേരിടുമ്പോൾ ഫൈനൽ എങ്ങനെയായിരിക്കും? നല്ലൊരു ബാലൻസ്ഡ് ടീമാണ് ഇന്ത്യയുടേത്. കാരണം കോഹ്ലി ഫോമിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും നന്നായി അവരുടെ റോളുകളിൽ നന്നായി കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു ബോളിംഗ് നിരയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. അത് ബുംറയും ബാക്കിയുള്ള ആൾക്കാരോട് നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ പ്രാവശ്യം കപ്പടിച്ചിരിക്കും. എന്നാലും സൗത്ത് ആഫ്രിക്കയും മോശമല്ല, സൗത്ത് ആഫ്രിക്കയും നല്ല ടീമാണ്, അവർ അടിപൊളി ടീമാണ്. ഡീകോക്ക് ഉണ്ട്, മില്ലർ ഉണ്ട്, ക്ലാസൻ ഉണ്ട്, അവരുടെ മാക്രം അടിപൊളി പ്ലെയർ ആണ്, റബാഡ ബോളിംഗിലുണ്ട്. അങ്ങനെ അവരെ സൗത്ത് ആഫ്രിക്ക എത്രത്തോളം നമുക്ക് ഭീഷണിയായിരിക്കും? നമുക്കൊരു ഭീഷണിയില്ല അറ്റ് പ്രസന്റ്. കാരണം നമ്മുടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ബോളിങ്ങും 1 by 1 നമ്മളെല്ലാം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം കപ്പ് നമുക്ക് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ചേട്ടാ, മറ്റൊരു കാര്യം, നമ്മൾ സഞ്ജു സാംസൺ നമ്മൾ പ്രതീക്ഷയോടെ 2020 ലോകകപ്പിൽ ഇടം നേടിയപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമുക്ക് സഞ്ജുവിന് ടീമിൽ ഇടം നേടാനായില്ല. ഇന്നിപ്പോ സഞ്ജുവിന് ഒരു സാധ്യതയുണ്ടോ? ഇപ്പൊ മധ്യനിരയിൽ ശിവൻ ദുബെ അത്ര ഫോമിലല്ല, ശിവൻ ദുബെ മാറ്റി സഞ്ജു സാംസൺ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനുള്ള സാധ്യതയില്ല. പക്ഷെ സഞ്ജു കളിക്കാത്തതിൽ അതിയായ വിഷമമുണ്ട്. പക്ഷെ കപ്പ് ഇന്ത്യക്ക് തന്നെ. കപ്പ് ഇന്ത്യക്ക് തന്നെ ഉറപ്പായി. എല്ലാവരും അങ്ങനെയല്ലേ? കപ്പ് ഇന്ത്യക്ക് തന്നെ. അതെ, ഇവിടെ എല്ലാവരും ഇന്ത്യ കപ്പടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്, ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. മണിക്കൂറുകൾ, മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ആ ഒരു കളി കാണാനുള്ള ആവേശത്തിലാണ് എല്ലാവരും.